മാറ്റങ്ങൾ കൊതിക്കുന്ന മലയാളി പ്രേക്ഷകന് ആകാശക്കാഴ്ചയുടെ ദൃശ്യഭംഗി നൽകാനൊരുങ്ങുകയാണ് വി.കെ. പ്രകാശ് എന്ന സംവിധായകൻ. ഫോട്ടോസോണിക് ക്യാമറയടക്കം നിരവധി സാങ്കേതികവിദ്യകൾ മലയാളത്തിന് സമ്മാനിച്ച വി.കെ. പ്രകാശ് ഹെലിക്യാം എന്ന പുതിയ ചിത്രീകരണ രീതിയാണ് മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തുന്നത്. ചെന്നൈയിൽ നിന്നെത്തിയ അരവിന്ദും സംഘവുമാണ് ചിത്രീകരണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. 2 റിമോട്ടുകളിൽ പ്രവർത്തിക്കുന്ന ഈ കുഞ്ഞൻ ഹെലികോപ്റ്റർ കാഴ്ചയിൽ ഒരു കളിപ്പാട്ടമാണെന്ന് തോന്നുമെങ്കിലും മനോഹരമായ ആകാശ കാഴ്ചകളാണ് പ്രേക്ഷകന് സമ്മാനിക്കുന്നത്. കാനോൺ 70 ക്യാമറ ഉപയോഗിച്ചാണ് ചിത്രങ്ങൾ പകർത്തുന്നത്. ആകാശ കാഴ്ചയിലേക്ക് ചെറുകടിച്ചു വരുന്ന ഈ കുഞ്ഞൻ ഹെലികോപ്റ്റർ മലയാള സിനിമയ്ക്ക് ഒരു പുത്തൻ അനുഭൂതി നൽകുമെന്നാണ് സംവിധായകൻ പറയുന്നത്. മലയാള സിനിമയിൽ ആദ്യമായിട്ട് ഹെലിക്യാം എന്ന ഒരു ക്യാമറ ഉപയോഗിച്ചിട്ടുള്ളതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങളെല്ലാവരും. ഒരു ചോപ്പർ ഷോട്ടിൻ്റെ തന്നെ പെർഫെക്ഷനോടുകൂടി തന്നെയാണ് ഈ ഷോട്ട്സ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ചും ചോപ്പർ ഷോട്ട്സിൽ പോലും ഇത്രയും നല്ല ഷോട്ട്സ് എടുക്കാൻ പറ്റില്ല, കാരണം കൺട്രോൾ ഇസ് നോട്ട് ഇൻ അവർ ഹാൻഡ്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ രസകരമായിട്ടുള്ള ചിത്രീകരണത്തിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ് ഞങ്ങൾ. ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന പുതിയ ചിത്രത്തിൻ്റെ ഗാനരംഗങ്ങളാണ് ഹെലിക്യാം ഉപയോഗിച്ച് ചിത്രീകരിക്കുന്നത്. ബ്യൂട്ടിഫുളിന് ശേഷം അനൂപ് മേനോനും ജയസൂര്യയും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് ട്രിവാൻഡ്രം ലോഡ്ജ്. ഭാവനയും ഹണി റോസുമാണ് ചിത്രത്തിലെ നായികമാർ. സ്ഥിരം ചിത്രീകരണ ശൈലികളിൽ നിന്ന് മാറി പുതിയ പരീക്ഷണങ്ങളിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് ജയസൂര്യ പറഞ്ഞു. മലയാള സിനിമയുടെ ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൻ്റെ വലിയൊരു സന്തോഷത്തിലാണ്. കാരണം മലയാള സിനിമയിൽ എല്ലാ പുതിയ പരീക്ഷണങ്ങൾക്കും തുടക്കക്കാരനാണ് വി.കെ. പ്രകാശ്. അദ്ദേഹം ഈ സിനിമയിലും ഒരു പുതിയ പരീക്ഷണമായിട്ട് എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും. കൊച്ചിയുടെ കായൽപ്പരപ്പിൽ വട്ടമിട്ട് പറന്ന ഈ കുഞ്ഞൻ ഹെലികോപ്റ്റർ മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടാവുമെന്നാണ് ട്രിവാൻഡ്രം ലോഡ്ജ് അണിയർ പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത്.